29 ദിവസം നീണ്ട റമദാൻ വ്രതത്തിന് ശേഷം സംസ്ഥാനത്ത് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. വിവിധയിടങ്ങളിൽ ഈദ്ഗാഹുകൾ നടന്നു. രാജ്യത്ത് ഭരണഘടന സംരക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 24-നോട് പറഞ്ഞു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി നടന്ന ഈദ് നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പാളയം ഇമാം VP ഷുഹൈബ് മൗലവി നേതൃത്വം നൽകി. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ ആത്മാവെന്ന് നിരക്കാത്ത നിയമങ്ങളാണ് പൗരത്വ ഭേദഗതി നിയമങ്ങളടക്കമുള്ള കാര്യങ്ങൾ. ഒരു സമുദായത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്ന രീതി നമ്മുടെ രാജ്യത്തിന് കേട്ടുകേൾവിയില്ലാത്തതാണ്. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പുല്ലേപ്പടി ജുമാ മസ്ജിദ് ഇമാം സലാവുദ്ദീൻ മദനിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിന് KNM ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ ഈദ്ഗാഹിൽ പങ്കെടുത്തു. ഈദ് ആശംസയ്ക്കൊപ്പം ഭരണഘടന സംരക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഓർമ്മിപ്പിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഭൂലോകത്ത് ആരൊക്കെയുണ്ട്, അവിടെ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുദ്ധനെന്നോ ജൈനനെന്നോ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരോടും അവരറിയിക്കുന്ന വിധത്തിൽ നിങ്ങൾ കൃപ കാണിക്കണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.